പ്രിയപ്പെട്ടവരെ, ദൈവം അബ്രാഹാമിന് ഈ ഭൂമി സ്വന്തമായി കൊടുത്തത് ലോത്ത് നഷ്ടപ്പെട്ട അവസരത്തിലാ, ലോത്ത് അബ്രാഹാമിനെ വേർപെട്ട നിമിഷത്തിലാ. അതുവരെ കർത്താവ് അനുഗ്രഹിച്ചില്ല എന്ന് ഓർക്കണേ. ചിലപ്പോൾ ചില വേർപാടുകൾ നിനക്ക് അനുഗ്രഹമാകും. ചില നഷ്ടങ്ങൾ നീ നഷ്ടമായെന്ന് കരുതിയിട്ടുണ്ടെങ്കിൽ അത് നിനക്ക് അനുഗ്രഹമായിട്ട് കർത്താവ് നിന്നെ മറുകരയിലേക്ക് തനിച്ചു കൊണ്ടുപോകുന്ന അനുഭവമായിട്ട് ദൈവത്തിന്റെ പദ്ധതി അനുസരിച്ച് നിനക്ക് സ്വീകരിക്കാൻ പറ്റുമെങ്കിൽ അത് നിനക്ക് അനുഗ്രഹമായിട്ട് മാറും. ദൈവം അബ്രാഹാമിനെ അനുഗ്രഹിക്കാൻ കൊണ്ടുപോയത്, അനുഗ്രഹം കൊണ്ട് നിറച്ചത് അബ്രാഹാം കൂടെ കൊണ്ടു നടന്ന ലോത്തിനെ മാറ്റി നിർത്തിയപ്പോഴാണ്, തനിച്ചായപ്പോഴാണ്. ഉൽപ്പത്തിയുടെ പുസ്തകത്തില് 19-ാമത്തെ അധ്യായത്തില് സോദോമിന്റെ പാപത്തെക്കുറിച്ച് പറയുന്നുണ്ട്. സോദോമിന്റെ പാപത്തെക്കുറിച്ച്, സ്വവർഗഭോഗത്തിന്റെ തിന്മയാൽ നശിപ്പിക്കപ്പെട്ട നഗരത്തെ നശിപ്പിക്കാൻ ദൈവദൂതന്മാർ സോദോമിലെത്തിയിട്ട് 19-ാമത്തെ അധ്യായത്തിൽ ഉൽപ്പത്തിയുടെ പുസ്തകം 15-ാമത്തെ തിരുവചനം പറയുന്നുണ്ട്. നേരം പുലർന്നപ്പോൾ ദൂതന്മാർ ലോത്തിനോട് പറഞ്ഞു, എഴുന്നേറ്റ് ഒരു കാര്യം ചെയ്യുക, ഭാര്യയെയും പെൺമക്കൾ 2 പേരെയും കൂട്ടി വേഗം പുറപ്പെടുക, അല്ലെങ്കിൽ നഗരത്തോടൊപ്പം നിങ്ങളും നശിച്ചു പോകും. ഉൽപ്പത്തിയുടെ പുസ്തകം 19-ാമത്തെ അധ്യായത്തിൽ 16-ാമത്തെ തിരുവചനം പറയുന്നു, എന്നാൽ അവൻ മടിച്ചു നിന്നു. കർത്താവ് അവനോട് കരുണ തോന്നിയത് കൊണ്ട് ആ മനുഷ്യൻ അവനെയും ഭാര്യയെയും മക്കളെയും കൈക്ക് പിടിച്ച് നഗരത്തിന് പുറത്തു കൊണ്ടുപോയി വിടുകയാണ്. ദൈവം അത്രമാത്രം ലോത്തിനെ സ്നേഹിച്ചതുകൊണ്ട് ദൈവം കരുണ തോന്നി മടിച്ചു നിന്നിട്ടും ലോത്തിനെയും കുടുംബത്തെയും രക്ഷിക്കുക. നീ നിൽക്കുന്നിടത്ത് നാശമാണെങ്കിൽ പ്രിയപ്പെട്ടവരെ, നീ ദൈവം പറഞ്ഞിടത്തേക്ക് ഓടിപ്പോകണം. നിന്റെ അനുഗ്രഹത്തിന്റെ സ്ഥലത്ത് നീ എത്തിച്ചേരണം. നീ നിൽക്കുന്ന സ്ഥലം ശാപമാണെങ്കിൽ, നീ നിൽക്കുന്ന സ്ഥലം അനുഗ്രഹത്തിന്റെ സ്ഥലമല്ല എങ്കിൽ ദൈവം ചിലപ്പോൾ നിന്നെ പിടിച്ച് നീ മടിച്ചു നിന്നാലും ചിലപ്പോൾ നിന്നെ പിടിച്ചു വലിച്ച് അനുഗ്രഹത്തിന്റെ സ്ഥലത്തേക്ക് കൊണ്ടുപോയിട്ട് വിടും. അത് ദൈവം നിന്നോട് കരുണ കാണിക്കുന്നത് കൊണ്ടാണ്. ഉൽപ്പത്തിയുടെ പുസ്തകം 19-ാമത്തെ അധ്യായത്തിൽ 17-ാമത്തെ തിരുവചനം വീണ്ടും കർത്താവ് വലിയ കരുണ കാണിക്കുകയാണ്. അവിടെ ജീവൻ വേണമെങ്കിൽ ഓടിപ്പോവുക എന്നാ പറയുന്നേ. പിന്തിരിഞ്ഞു നോക്കരുത്, താഴ്വരയിൽ എങ്ങും തങ്ങുകയും അരുത്. ആ മലമുകളിലേക്ക് ഓടിപ്പോവുക, അല്ലെങ്കിൽ നിങ്ങൾ വെന്തു നശിക്കുമെന്ന് ലോത്തിനോടും ഭാര്യയോടും മക്കളോടും പറയാണ്. അവിടെയും ലോത്ത് ദൈവത്തോട് ബാർഗെയിൻ ചെയ്യുന്നുണ്ട്. മലമുകളിൽ ഓടിക്കയറാൻ ശക്തിയില്ലെന്ന് പറഞ്ഞ് അടുത്തുള്ള പട്ടണത്തിലേക്ക് ഓടിപ്പോകാൻ ലോത്ത് അനുവാദം തേടുകയാണ്. അവിടെ അതും ദൈവം സ്വീകരിക്കുക. ദൈവം കരുണ തോന്നിയ ദൈവം അവിടുത്തെ പ്രിയപ്പെട്ട ദാസരുടെ ഷാഠ്യങ്ങൾ പോലും അവിടുന്ന് സാധിച്ചു കൊടുക്കുന്നു. താഴ്വരകളിൽ നിന്നും മലമുകളിലേക്ക് ദൈവം കാണിച്ചു തരുന്ന പട്ടണത്തിലേക്ക് പോയാലേ പ്രിയപ്പെട്ടവരെ നിനക്ക് രക്ഷയുള്ളൂ. സോദോമിനെ ആ ജീവിതം നീ വെറുത്ത്, ആ സോദോമിന്റെ തിന്മകളോടുകൂടി എല്ലാം വെറുത്തുപേക്ഷിച്ച് ദൈവം കാണിച്ചു തരുന്ന സോവോർ പട്ടണത്തിലേക്ക്, ഉൽപ്പത്തിയുടെ പുസ്തകം 19-ാമത്തെ അധ്യായത്തിൽ 22-ാമത്തെ തിരുവചനത്തിലേക്ക് നീ ഓടിപ്പോകണം. നിന്റെ ജീവനായി നീ നിൽക്കുന്ന സ്ഥലം, നീ നിൽക്കുന്ന സാഹചര്യം ശാപമുള്ളതാണ് എങ്കിൽ, പാപത്തിൻ്റെതാണെങ്കിൽ കർത്താവ് കാണിച്ചു തരുന്ന മലയിലേക്ക്, കർത്താവ് നീട്ടിത്തരുന്ന പട്ടണത്തിലേക്ക്, കർത്താവിൻ്റെ അനുഗ്രഹമായിട്ടുള്ള സ്ഥലത്തേക്ക് നീ പോകണം. നീ ജീവിക്കുന്ന ജീവിത സാഹചര്യങ്ങളും, നീ ജീവിക്കുന്ന കൂട്ടുകെട്ടുകളും, നിന്റെ പ്രവൃത്തികളും, നിന്റെ ഇച്ഛാശക്തികളും എല്ലാം പാപത്തിന്റെ സോദോം ഗൊമോറയിലാണ് എന്ന് നീ തിരിച്ചറിഞ്ഞ് രക്ഷയുടെ പട്ടണത്തിലേക്ക് അല്ലെങ്കിൽ മലമുകളിലേക്ക് നീ മാറുവാൻ തയ്യാറല്ല എങ്കിൽ നിന്റെ ജീവിതം നിനക്ക് തന്നെ നാശത്തിന് കാരണമാകും. അനുഗ്രഹം വേണോ? ദൈവ പട്ടണത്തിലേക്ക് നീ മാറണം. ദൈവം കാണിച്ചു തരുന്ന സ്ഥലത്തേക്ക് നീ പോകണം. മറുകരയിലേക്ക് നീ യാത്ര ചെയ്യാൻ തയ്യാറാകണം. സങ്കീർത്തനത്തില് 18-ാമത്തെ സങ്കീർത്തനം 35-ാമത്തെ തിരുവചനം പറയുന്നു, അങ്ങ് എനിക്ക് രക്ഷയുടെ പരിചയം നൽകി, അവിടുത്തെ വലതുകൈ എന്നെ താങ്ങി നിർത്തി, അവിടുത്തെ വാത്സല്യം എന്നെ വലിയവനാക്കി, എൻ്റെ പാത അങ്ങ് വിശാലമാക്കി, എൻ്റെ കാലുകള് വഴുതിയില്ല എന്ന് സങ്കീർത്തനം പറയും. നിന്റെ ജീവിതത്തിലെ അനുഗ്രഹങ്ങളായിട്ട് നീ ഉപേക്ഷിച്ച് മറുകരയിൽ നിർത്തിയിരിക്കുന്നവയാണ് നീ ചെയ്ത ത്യാഗങ്ങൾ. പ്രിയപ്പെട്ടവരെ, നീ മറുകരയിൽ കൊണ്ടുവച്ചിട്ട് നീ തനിച്ചായിരിക്കുമ്പോൾ നീ ചെയ്ത ത്യാഗത്തിന്റെ ഫലമാണതെല്ലാം. ജീവിതത്തിൽ ത്യാഗത്തിനനുസരിച്ച നിന്റെ പ്രതിഫലം. നീ എത്രമാത്രം ത്യാഗം ചെയ്യുന്നുണ്ടോ നിന്റെ ജീവിതത്തിൽ അത്രമാത്രം അനുഗ്രഹം നിനക്ക് ലഭിക്കും. അന്യരുടെ ഊതി വീർപ്പിച്ച അഭിനയ ചാരുതയോടെയുള്ള പുറംപൂച്ചുകളല്ല ദൈവം തരുന്ന അനുഗ്രഹങ്ങൾ. അത് പാറ പോലെ ശക്തമാ. മറ്റു സമ്മാനങ്ങളെല്ലാം നഷ്ടപ്പെട്ടു പോകും. നിന്നെ ഇപ്പോ പ്രലോഭിപ്പിച്ച് കാണിച്ചെടുക്കുന്ന സാത്താന്റെ കുറച്ച് പ്രലോഭനങ്ങളെല്ലാം അവൻ കാട്ടിച്ചു തരുന്ന ഒത്തിരിയേറെ സമ്മാനങ്ങളൊക്കെ, സുഖങ്ങളൊക്കെ വെറും നിസ്സാരമായിട്ട്
കുമിള പോലെ പൊട്ടിപ്പോകുമ്പോ ദൈവം തരുന്ന അനുഗ്രഹങ്ങളെ പാറ പോലെ നിൽക്കും. ജോബിന്റെ പുസ്തകം 22-ാമത്തെ അധ്യായത്തിൽ 23 മുതൽ 27 വരെയുള്ള തിരുവചനത്തിൽ പറയുന്നുണ്ട്, സർവശക്തന്റെ സന്നിധിയിലേക്ക് തിരിച്ചു വരികയും നിന്നെ തന്നെ എളിമപ്പെടുത്തുകയും ചെയ്യുമെങ്കിൽ, നിന്റെ കൂടാരത്തിൽ നിന്ന് അനീതിയെ നീ അകറ്റിക്കളയുമെങ്കിൽ, സ്വർണത്തെ പൊടിയിലും റാഫീർ പൊന്നിനെ നദീതടത്തിലെ കല്ലുകൾക്കിടയിലും എറിയുമെങ്കിൽ, സർവശക്തൻ നിനക്ക് സ്വർണവും വിലപിടിച്ച വെള്ളിയുമാകുമെങ്കിൽ, നീ സർവശക്തനിൽ ആനന്ദിക്കുകയും ദൈവത്തിന്റെ നേരെ മുഖമുയർത്തുകയും ചെയ്യും. നീ അവിടുത്തോട് പ്രാർത്ഥിക്കുകയും അവിടുന്ന് ശ്രവിക്കുകയും ചെയ്യും. ദൈവത്തെ സ്വന്തമായിട്ട് നീ സ്വീകരിക്കാൻ തയ്യാറായാൽ അനുഗ്രഹം നിനക്ക് ലഭിക്കും. അനുഗ്രഹം. ദിനവൃത്താന്തത്തിലെ 2-ാമത്തെ പുസ്തകത്തിലെ 15-ാമത്തെ അധ്യായത്തിൽ 9-ാമത്തെ തിരുവചനം നമ്മൾ വായിക്കുന്നുണ്ട്, കർത്താവ് അസ്രായോട് കൂടെ ഉണ്ടെന്ന് മനസ്സിലാക്കിയപ്പോൾ എഫ്രായിം, മനാസെ, ശിമിയോൻ എന്നീ ഇസ്രായേൽ ഗോത്രങ്ങളിൽ നിന്നുള്ള അനേകര് അവനോട് ചേർന്നു അവന്റെ രാജ്യത്ത് താമസമാക്കി. കാരണം അവർക്കറിയാമായിരുന്നു ദൈവം ഇവരുടെ കൂടെ ഉണ്ടെന്ന്. മറുകരയിൽ നിന്ന് ശക്തി പ്രാപിച്ചവന്റെ കൂടെ ആളുകൾ തടിച്ചുകൂടും. അഭിഷേകമുള്ളിടത്തേ അനുഗ്രഹമുള്ളൂ. അഭിഷേകമുള്ള ഒരാളെ രംഗപ്രവേശനം ചെയ്യുമ്പോൾ നിലവിലുള്ള വ്യവസ്ഥകളെല്ലാം വ്യത്യാസം വരും. പ്രിയപ്പെട്ടവരെ, സക്കറിയയുടെ പുസ്തകത്തില് 8-ാമത്തെ അധ്യായത്തിൽ 23-ാമത്തെ തിരുവചനം നമ്മൾ വായിക്കുന്നുണ്ട്, വിവിധ ഭാഷകൾ സംസാരിക്കുന്ന ജനതകളിൽ നിന്ന് 10 പേര് ഒരു യഹൂദന്റെ അങ്കിയിൽ പിടിച്ചുകൊണ്ട് പറയും, ഞങ്ങൾ നിന്റെ കൂടെ വരട്ടെ, ദൈവം നിന്നോട് കൂടെയുണ്ടെന്ന് ഞങ്ങൾ കേട്ടിരിക്കുന്നു. മറുകരയിൽ നിന്ന് ശക്തി നേടിയവരെ തോൽപ്പിക്കാനാവില്ല. ദൈവം അഭിഷേകം ചെയ്തവനെ തോൽപ്പിക്കാനാവില്ല. മറ്റെല്ലാവരും, അധികാരികളും മറ്റു സുഹൃത്തുക്കളും എല്ലാം ഉപേക്ഷിച്ചാലും ദൈവം എടുത്തുപയോഗിക്കുന്നവനെ, ദൈവത്തിന്റെ ശക്തി ലഭിച്ചവരെ, ദൈവത്തിന്റെ അഭിഷേകം കിട്ടിയവരെ, മറുകരയിൽ നിന്ന് തനിച്ചു നിന്നുകൊണ്ട് കർത്താവിന്റെ ഇരട്ടി ശക്തി കിട്ടിയവർക്ക് അവരെ തോൽപ്പിക്കാനാവില്ല. കാരണം അവർ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവരാണ്. കാരണം അവരുടെ കൂടെ ദൈവമുണ്ട്. നടപടി പുസ്തകത്തില് 6-ാമത്തെ അധ്യായത്തിൽ 8-ാമത്തെ തിരുവചനത്തില് സ്തെഫാനോസിന്റെ കാര്യം പറയുന്നുണ്ട്, കൃപാവരവും ശക്തിയും കൊണ്ട് നിറഞ്ഞ് പല അത്ഭുതങ്ങളും വലിയ അടയാളങ്ങളും ജനമധ്യത്തിൽ സ്തെഫാനോസ് പ്രവർത്തിച്ചു. അപ്പസ്തോലന്മാരുടെ പ്രവർത്തനത്തിലെ നടപടി പുസ്തകം 6-ാം അധ്യായം 15-ാമത്തെ തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, സംഘത്തിലുണ്ടായിരുന്ന അവർ അവന്റെ നേരെ സൂക്ഷിച്ചു നോക്കി, അവന്റെ മുഖം ദൈവദൂതന്റെ മുഖം പോലെ കാണപ്പെട്ടു. പ്രസന്നമായി, പ്രകാശപൂരിതമായി ദൈവത്തോടൊത്തിരുന്ന് മറുകരയിലിരുന്ന് ധ്യാനിച്ച് ദൈവത്തിന്റെ പ്രകാശം അവന്റെ മുഖത്തെ മുഴുവൻ പ്രകാശപൂരിതമാക്കി. പുറപ്പാടിന്റെ പുസ്തകത്തിൽ 33-ാമത്തെ അധ്യായത്തില് 14-ാമത്തെ തിരുവചനം നമ്മൾ വായിക്കുന്നുണ്ട്, കർത്താവ് പറഞ്ഞു, ഞാൻ തന്നെ നിന്നോട് കൂടെ വരികയും നിനക്ക് ആശ്വാസം നൽകുകയും ചെയ്യും. കർത്താവ് കൂടെയുള്ളവനെ ആർക്കും തോൽപ്പിക്കാനാവില്ല. കർത്താവ് കൂടെയുള്ളവനെ ദൈവത്തിന്റെ വലിയ ശക്തി അവനിൽ നിന്ന് അറിയാതെ തന്നെ ഇങ്ങനെ പ്രകാശിച്ചു കൊണ്ടിരിക്കും. പുറപ്പാടിന്റെ പുസ്തകം 34-ാമത്തെ അധ്യായത്തിൽ 35-ാമത്തെ തിരുവചനം വായിക്കുന്നുണ്ട്, ഇസ്രായേൽ ജനം മോശയുടെ മുഖം കണ്ടു, മോശയുടെ മുഖം പ്രകാശിച്ചിരുന്നു. കർത്താവിനോട് സംസാരിക്കാൻ അകത്ത് പ്രവേശിക്കുന്നതുവരെ മോശ മുഖം മറച്ചിരുന്നു. പ്രിയപ്പെട്ടവരെ, കർത്താവിന്റെ അഭിഷേകം ലഭിച്ചവരെ തോൽപ്പിക്കാൻ ആർക്കും കഴിയില്ല. കർത്താവിന് പ്രിയപ്പെട്ടവനാണവൻ. നീർക്കുതിരയെ കുറിച്ച് കർത്താവ് പറയുന്നത് പോലെ അവനെ തോൽപ്പിക്കാൻ അവന്റെ സൃഷ്ടാവിന് മാത്രമേ കഴിയുള്ളൂ. ജോബിന്റെ പുസ്തകത്തിലെ 40-ാമത്തെ അധ്യായത്തിലെ 19-ാമത്തെ തിരുവചനത്തില് നീർക്കുതിരയെ കുറിച്ച് പറയുന്നുണ്ട്, അവൻ ദൈവത്തിന്റെ സൃഷ്ടികളിൽ ഒന്നാമനാണ്, അവനെ സൃഷ്ടിച്ചവന് മാത്രമേ അവനെ തോൽപ്പിക്കാൻ കഴിയുള്ളൂ എന്ന്. അത്രയധികം അഭിഷേകം ദൈവത്തിന്റെ പ്രിയപ്പെട്ടവർക്ക് കൊടുക്കും. രാജാക്കന്മാരുടെ 2-ാമത്തെ പുസ്തകത്തിലെ 18-ാമത്തെ അധ്യായത്തിൽ 7-ാമത്തെ തിരുവചനങ്ങൾ വായിക്കുന്നുണ്ട്, കർത്താവ് അവനോടുകൂടെ ഉണ്ടായിരുന്നു, അവന്റെ ഉദ്യമങ്ങളെല്ലാം ഐശ്വര്യപൂർണമായി. അവന്റെ ഉദ്യമങ്ങളെല്ലാം ഐശ്വര്യപൂർണമായി. കാരണം അബ്രാഹത്തെ ദൈവം അനുഗ്രഹിച്ചതുപോലെ നീ ഒരു അനുഗ്രഹമായിട്ട് മാറും. നീ അനുഗ്രഹമായിട്ട് മാറും. ജോഷുവയുടെ പുസ്തകം 3-ാം അധ്യായം 7 മുതൽ 17 വരെയുള്ള തിരുവചനത്തില് ജോർദാൻ നദി കടക്കുന്ന ഇസ്രായേൽ ജനത്തെ കാണുന്നുണ്ട്. ജോർദാൻ നദി കടക്കുന്ന ഇസ്രായേൽ ജനത്തെ. ജോഷുവയുടെ പുസ്തകം 3-ാം അധ്യായം 13-ാമത്തെ തിരുവചനത്തില് ഭൂമി മുഴുവന്റെയും നാഥനായ കർത്താവിന്റെ പേടകം വഹിക്കുന്ന പുരോഹിതന്മാരുടെ ഉള്ളങ്കാൽ ജോർദാനിലെ ജനത്തെ സ്പർശിച്ചപ്പോ വെള്ളത്തിന്റെ ഒഴുക്ക് നിലയ്ക്കുകയും മുകളിൽ നിന്ന് വരുന്ന വെള്ളം ചിറപോലെ കെട്ടി നിൽക്കുകയും ചെയ്തു. ജോർദാൻ നദി കടക്കുന്ന ജോഷുവായുടെ ചരിത്രമാണ് അവിടെ പറയുന്നത്. നമ്മളെല്ലാം പ്രിയപ്പെട്ടവരെ
നമ്മുടെ ജീവിതത്തിന്റെ അനുഭവങ്ങള് തിക്താനുഭവങ്ങളായിരിക്കും. മരുഭൂമിയിലെ യാത്രയായിരിക്കും നമ്മൾ ചെയ്യുന്നത്. വിശാലമായ മരുഭൂമിയിലൂടെയാകും നമ്മൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന യാത്ര. വരണ്ടുണങ്ങിയ മരുഭൂമിയുടെ ദീർഘനാൾ യാത്ര ചെയ്യുമ്പോൾ നമ്മുടെ കാനാൻ ദേശത്തെ ഓർത്ത് നാം കൊതിച്ചിട്ടുണ്ടാകാം. ചിലപ്പം കർത്താവ്, എനിക്ക് അവിടെ പോയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു, എൻ്റെ പഴയ ജീവിതം എത്ര നന്നായിരുന്നു എന്നൊക്കെ നിങ്ങൾ ശപിച്ചിട്ടുണ്ടാകാം, കരുതിയിട്ടുണ്ടാകാം, കൊതിച്ചിട്ടുണ്ടാകാം. മരുഭൂമിയിൽ ചിലപ്പോൾ ലക്ഷ്യമില്ലാതെ നാം നടത്തുന്ന യാത്ര എത്തിച്ചേരുന്നത് നാം തുടങ്ങിയെടുത്താണെന്ന് തന്നെ അറിയുമ്പോൾ ഉള്ള വേദന ഇരട്ടിക്കും. നമ്മുടെ മരുഭൂമിയിലെ തീവ്രതയനുസരിച്ച് പ്രിയപ്പെട്ടവരെ നമ്മുടെ വാഗ്ദാനത്തിന്റെ മനോഹാരിതയും മാധുര്യവും കുടികൊള്ളുന്ന വാഗ്ദാന ദേശത്തെ നിനക്ക് ഇഷ്ടപ്പെടണമെങ്കിൽ, നീ സ്വീകരിക്കണമെങ്കിൽ നിന്റെ മരുഭൂമിയിലെ യാത്ര കാഠിന്യമുള്ളതായിരിക്കും. നമ്മുടെ മരുഭൂമിയിൽ നിന്ന് ദൈവം നമ്മെ രക്ഷിക്കുവാൻ ദൈവം തന്നെ വന്ന് നമ്മളെ രക്ഷിക്കണമെന്ന് ചിലപ്പോൾ വരികയില്ല. ചിലപ്പോൾ നമ്മളെ ദൈവം തന്നെ വന്ന് രക്ഷിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങനെ കരുതിക്കൂട്ടി നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ രക്ഷിച്ചെന്ന് വരത്തില്ല. പക്ഷെ ആ മരുഭൂമിയിലെ യാത്രയിൽ ദൈവം നമ്മുടെ കൂട്ടാളിയായിട്ട് നമ്മുടെ സഹായത്തിനുണ്ടാവും. നമ്മുടെ ആ മരുഭൂമിയിലെ യാത്രയെ നമുക്ക് ഒഴിവാക്കി തരണമെന്നില്ല, ദൈവം കൂട്ടിന് വരും. എല്ലാ സാഹചര്യങ്ങളുടെ നടുവിലും നമ്മുടെ മരുഭൂമിയിലെ യാത്രകളിലും നമ്മെ കാത്ത് ആ ഒരു വാഗ്ദാന ഭൂമിയുണ്ട് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട്, നമ്മുടെ കൂടെ നടക്കുന്ന കർത്താവിനെ തിരിച്ചറിഞ്ഞുകൊണ്ട്, പക്ഷെ അവിടെ എത്തുന്നതിന് ഒരു ജോർദാൻ നദി കടക്കണമെന്നുള്ള ഒരു ബോധ്യം നമുക്കുണ്ടാകണം. നമ്മുടെ വാഗ്ദാന ഭൂമി എത്ര മനോഹരമാണെങ്കിലും ആ വാഗ്ദാന ഭൂമിയിലേക്ക് കടക്കാൻ ഒരു ജോർദാൻ നദി ഉണ്ട്. നമുക്ക് നമ്മുടെ വാഗ്ദാന ഭൂമിയിലേക്ക് കടക്കണമെങ്കിൽ ഒരു ജോർദാൻ നദി മറുകരയിൽ എത്തണം. ഇക്കരയിൽ അനുഗ്രഹമില്ല, മറുകരയിലാണ് വാഗ്ദാന ഭൂമി. നമ്മുടെ സാഹചര്യങ്ങളിലെ പാപ സാഹചര്യങ്ങളിൽ നമുക്ക് അനുഗ്രഹം ലഭിച്ചിട്ടില്ല എങ്കിൽ അതെല്ലാം മാറ്റിവെച്ചുകൊണ്ട് ആ മരുഭൂമിയെ കടന്ന്, ജോർദാൻ നദി കടന്ന് നമ്മുടെ വാഗ്ദാന ഭൂമിയിലെ മറുകരയിലെത്തി അനുഗ്രഹം നേടണം. ഈ ജോർദാൻ നദിയാണ് പ്രിയപ്പെട്ടവരെ മരുഭൂമിയിലും വാഗ്ദാന ഭൂമിയിലുമുള്ള അതിർരേഖ. ഈ ജോർദാൻ നദിയാ. മരുഭൂമിയിലെ യാത്ര കഴിഞ്ഞ് വാഗ്ദാന ഭൂമി കൺമുമ്പിൽ ഉണ്ടെങ്കിലും ജോർദാൻ നദി കടക്കാതെയോ ഈ വാഗ്ദാന ഭൂമി അവകാശമാക്കാൻ കഴിയില്ല. 150 മൈൽ നീളമുള്ള ജോർദാൻ നദി ചുറ്റിക്കടക്കുക അത്ര എളുപ്പമല്ല. നദി കുറുകെ കടക്കാൻ പാലവുമില്ല. അതുപോലെ തന്നെ ജോഷുവയുടെ പുസ്തകം 3-ാം അധ്യായം 15-ാമത്തെ തിരുവചനത്തിൽ പറയുന്നുണ്ട്, കൊയ്ത്തുകാലം മുഴുവൻ ജോർദാൻ കരകവിഞ്ഞൊഴുകുക പതിവാണെന്ന്. അപ്പം ജോർദാൻ നദി കരകവിഞ്ഞ് ഒഴുകുന്നു. 150 മൈൽ നീളവുമുണ്ട്. കുറുകെ കടക്കാൻ പാലവുമില്ല, വേറെ ഒരു ഗതിയുമില്ല. ആ ജോർദാൻ നദി കുറുകെ കടക്കണം. ജോർദാൻ കടക്കാതെ വാഗ്ദാന ഭൂമിയിലേക്ക്, നമ്മുടെ ജീവിതത്തിന്റെ ആത്മീയതയുടെ മറുകരയിലേക്ക് നമ്മൾ കടക്കണം. നദി കടക്കാതെ അനുഗ്രഹമില്ല. മറുകരയിൽ എത്താതെ നിനക്ക് അനുഗ്രഹമില്ല. മറുകരയിലേക്ക്, വാഗ്ദാനത്തെ ഭൂമിയിലേക്ക് നമ്മൾ തനിച്ചല്ല ആ നദി കടക്കുന്നേ. നമ്മൾ തനിച്ചല്ല. പലപ്പോഴും നമ്മൾ വേദനിക്കുന്നത് ഞാൻ തനിച്ചു കടക്കണമെന്നുള്ള അല്ല. എത്ര വലിയ കുത്തൊഴുക്കുള്ള നദിയായാലും ദൈവം നമ്മെ സഹായിക്കാൻ നമ്മുടെ കൂടെ ഉണ്ടാകും. വേറെ ഒരു വഴിയുമില്ല. നദി കടക്കാതെ, കാല് നനയ്ക്കാതെ വാഗ്ദാന ഭൂമിയിലേക്ക്, അനുഗ്രഹ ഭൂമിയിലേക്ക് ഒരു പ്രവേശനമില്ല. പക്ഷേ അവിടെയെല്ലാം നീ തകരരുത്. നിന്നെ സൃഷ്ടിച്ച ദൈവം നിന്റെ കൂടെയുണ്ട്. ജോഷുവയുടെ പുസ്തകം 3-ാം അധ്യായം 13-ാമത്തെ തിരുവചനം പറയുന്നു, ഭൂമി മുഴുവന്റെയും അധിപനായ കർത്താവിന്റെ പേടകം വഹിക്കുന്ന പുരോഹിതന്മാരുടെ ഉള്ളങ്കാല് ജോർദാനിന്റെ ജലത്തെ സ്പർശിക്കുമ്പോ വെള്ളത്തിന്റെ ഒഴുക്ക് നിലയ്ക്കുകയും മുകളിൽ നിന്ന് വരുന്ന വെള്ളം ചിറ പോലെ കെട്ടി നിൽക്കുകയും ചെയ്യും.